തസ്കിയ 306 സ്വഹാബി ചരിതം 16. സ്വഹാബികൾക്കിടയിൽ പ്രശസ്തനാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. മുസ്അബ് ബിൻ ഉമൈർ, മുസ്അബുൽ ഖൈർ. ചെറുപ്പത്തിൽ തന്നെ വളരെ ഐശ്വര്യപൂർണമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഓരോ സമയത്തും ധരിപ്പിച്ചിരുന്നത് സൗന്ദര്യമുള്ള വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, സുഭിക്ഷമായ ഭക്ഷണം, ആർഭാട ജീവിതം. മക്ക നിവാസികൾ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞിരുന്നത് കാന അഅ്തറ അഹ്ലി മക്കത്ത എന്നായിരുന്നു. മക്കക്കാരിലെ ഏറ്റവും വലിയ സുഗന്ധമുള്ള വ്യക്തി. വലിയ വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ക്ലബ്ബുകളിലും മറ്റ് സദസ്സുകളിലും മുസ്അബ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവേശമാണ്. ബുദ്ധിയുള്ള, തൻ്റേടമുള്ള ചെറുപ്പക്കാരൻ, സൗന്ദര്യമുള്ള വ്യക്തി. ആയിടക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തുമായിട്ട് വന്നപ്പോൾ മുസ്അബിനെ അത് ആകർഷിക്കുകയാണ്. അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രബോധനം നടത്തുന്ന കാലം മുസ്അബ് ആരും അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു. ഹൃദയഹാരിയായ വശ്യസുന്ദരമായ പരിശുദ്ധ ഖുർആനിൻ്റെ ശബ്ദവീജികൾ കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുസ്അബ് ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. നബി തങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും മനസ്സിനെ കീഴടക്കി. പക്ഷേ ഈ വിവരം പുറത്തു പറയാൻ അദ്ദേഹത്തിന് അല്പം ആശങ്കയുണ്ട്. ആരേക്കാളും അദ്ദേഹം ഭയക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയാണ്. മാതാവിൻ്റെ സ്വഭാവം അങ്ങനെയുള്ളതായിരുന്നു. നന്നായി സ്നേഹിക്കും, അതോടൊപ്പം വേണ്ടാത്തത് കണ്ടാൽ അതിരൂക്ഷമായി പ്രതികരിക്കും. എങ്ങനെയായിരിക്കും എൻ്റെ ഉമ്മയുടെ പ്രതികരണം എന്ന് ശരിക്കറിയാവുന്ന മുസ്അബ് മിണ്ടിയില്ല. ഈ നില തുടർന്നു. ഒരിക്കൽ അദ്ദേഹം നിസ്കരിക്കുന്നത് ഉസ്മാൻ ഇബ്നു തൽഹ കാണുകയാണ്. അദ്ദേഹത്തിന് സംശയം തോന്നി, ഏതെന്താ ഇവൻ മതം മാറിയിട്ടുണ്ടോ? നിരീക്ഷിക്കാൻ തുടങ്ങി. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ആരും കാണാതെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നത് ഉസ്മാൻ കാണുകയാണ്. ഇത്രയും വലിയ കുലീന കുടുംബത്തിലൊരു വ്യക്തി, നല്ല സമ്പത്തുള്ള ഒരു വ്യക്തിയാണോ ഇങ്ങനെ സാധുക്കളെ കൂടെ കൂടിയത്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് പാവപ്പെട്ടവരായിരുന്നു. ഉസ്മാൻ ഇക്കാര്യം ഉമ്മയോട് പറഞ്ഞു. ഉമ്മ വിവരമറിഞ്ഞപ്പോൾ സ്വഭാവം മാറി. മകനെ ഉപദേശിച്ചു നോക്കി. യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ തടങ്കല്ല് വെച്ചു, കെട്ടിയിട്ടു. പുറത്തു വിടാൻ പിന്നെ ഉമ്മ തയ്യാറായില്ല. കെട്ടിയിട്ടുകൊണ്ട് ഭക്ഷണം കൊടുത്തു. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു വളരെ പ്രയാസപ്പെട്ടു. ആ ഇടയ്ക്കാണ് സഹാബത്തെ കിറാം മക്കയിലെ ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ജനിച്ച നാടാകുന്ന ആ മക്ക രാജ്യം വിട്ടുകൊണ്ട് എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്നത്. വളരെ സാഹസപ്പെട്ട് ദൂരദിക്കിലുള്ള എത്യോപ്യയിൽ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈമാനും തഖ്വയും പ്രവാചക സ്നേഹവും മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ സമർപ്പിക്കാൻ അവർ എല്ലാ സമർപ്പണത്തിനും സഹാബികൾ തയ്യാറാവുകയാണ്. ഉമ്മയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മുസ്അബ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി എത്യോപ്യയിലേക്ക്. തൻ്റെ സുഖങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. ആർഭാട ജീവിതം വർജിച്ചു. കൂടെ വേറെ വസ്ത്രങ്ങളില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തെ അതിന് പര്യാപ്തമാക്കിയിരുന്നു. എത്യോപ്യയിലേക്ക് യാത്ര പോയി അവിടെ കഴിച്ചു കൂട്ടി തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഉമ്മ
തടങ്കിൽ വെക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഭീഷണി മുഴക്കി, ഉമ്മ, ഇനി എന്നെ നിങ്ങൾ പീഡിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ ആരൊക്കെ ബന്ധ്യസ്ഥനാക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നു അവരെ മുഴുവൻ ഞാൻ കൊന്നുകളയും. ഈ ഭീഷണി ശരിക്കും ഉമ്മയെ സ്വാധീനിച്ചു. മകൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന ഉമ്മ ഏതു തീരുമാനം പറഞ്ഞാലും നടപ്പിലാക്കാൻ മകൻ മടിക്കില്ല എന്നു മനസ്സിലാക്കിയ ഉമ്മ കെട്ടയച്ചു വിടുകയാണ്. അയച്ചു വിടുമ്പോൾ മകനോട് പറഞ്ഞു, നിനക്ക് നിൻ്റെ പാട്ടിന് പോകാം, ഇനി മുതൽ ഞാൻ നിൻ്റെ ഉമ്മയല്ല. ഇത് കേട്ടപ്പോൾ മഹാനായ മുസ്തഫ റളിയല്ലാഹു തആല അൻഹു മെല്ലെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി, ഇന്നി നാസിഹുല്ലക്കി, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷയാണ്. അനഷഫൂക്കുന്നലേക്ക്, നിങ്ങളോട് എനിക്ക് വല്ലാത്ത വാത്സല്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഫഷ്ഹദി ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഉമ്മ, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അംഗീകരിക്കണം എന്ന തൗഹീദിലേക്കുള്ള ക്ഷണവുമായിട്ടാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഉമ്മയോട് വിട പറഞ്ഞ് തിരു ഹദറത്തിലേക്ക് പോയത്.